രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ച സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കാൻ KPCC സമിതിയെ നിയോഗിക്കും. എന്നാൽ രാഹുലിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് BJPയും ഇടത് ക്യാമ്പും. രാഹുലിനെ സംരക്ഷിച്ച് രംഗത്തെത്തിയ VK ശ്രീകണ്ഠന്റെ നിലപാടിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതോടെ നിലവിലുയർന്ന വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കണക്കാക്കിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. രാഹുലിന് സംരക്ഷണ കവചമൊരുക്കി രംഗത്തെത്തുന്ന VK ശ്രീകണ്ഠൻ അടക്കമുള്ളവർ രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെ രാഹുലിനെതിരായിട്ടില്ല. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജി. ഇനി മറ്റൊരു കാര്യം, ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ്. ഒരിക്കലും അതിന് കൂട്ടുനിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നത് പാർട്ടിയുടെ കാര്യമാണ് എന്നും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുമാണ് BJPയുടെ ആവശ്യം. എന്നാൽ ഇടതുപക്ഷത്ത് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് LDF കൺവീനർ ആവശ്യപ്പെടുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കോൺഗ്രസ് ആ കാര്യം തീരുമാനിക്കട്ടെ എന്നാണ്. രാഹുലിനെതിരായി ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കാനായി KPCC ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ചടക്ക സമിതിയാണ് ആ വിഷയം പരിശോധിക്കാറ്. എന്നാൽ മറ്റൊരു പ്രത്യേക സമിതിയെ തന്നെ നിയോഗിച്ച് ഈ വിഷയം ഗൗരവമായി തന്നെ കാണാനാണ് KPCCയുടെ തീരുമാനം. കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയുണ്ടായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ്. അതിനു മുന്നോടിയായി ഒരു രാജി കൂടി വന്നാൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ മറുവിഭാഗത്തിന്റെ വാദം അങ്ങനെയല്ല. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ പാലക്കാടേക്ക് ചെന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രതിഷേധം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നാണ് മറ്റൊരു വാദം. അമൽത്തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.